നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജിനെ കുറിച്ചിട്ട് നമ്മൾ എപ്പോഴും ബോധേഡാണ്. ഫോട്ടോ എടുക്കുക, എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ സ്പേസ് ഇല്ല, ഇങ്ങനെയുള്ള ഒരുപാട് കോൺവെർസേഷൻ നമ്മൾ കേൾക്കാറുണ്ട്. സോ ഇന്ന് ഈ വീഡിയോയിലൂടെ ഒരു എക്സ്ട്രാ 15 GB സ്റ്റോറേജ് കൂടി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? സോ ഇന്ന് നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് എത്രയോ ആയിക്കോട്ടെ, ഒരു 15 GB എക്സ്ട്രായും കൂടി നിങ്ങൾക്ക് കിട്ടുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ സോ മേ ബി കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഒരുപാട് യൂസും ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ഡ്രൈവിനെ കുറിച്ചാണ്. സോ ഒരുപക്ഷെ ഗൂഗിൾ ഡ്രൈവിനെ കുറിച്ച് എല്ലാവരും കേട്ട് കാണും. നമ്മുടെ ഫോൺ നോക്കുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ ഗൂഗിൾ ഡ്രൈവ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കും. ഇൻബിൽഡ് ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഡ്രൈവ്. ഓർ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. സോ ഇൻബിൽഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും ഒരുപക്ഷെ നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഈ ഗൂഗിൾ ഡ്രൈവിനെ കുറിച്ചിട്ട്. സോ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല എന്ന് വേണം പറയാൻ. നമ്മൾ യൂസ് ചെയ്യാത്ത ഒരുപാട് ആപ്ലിക്കേഷൻ്റെ കൂടെ ആയിരിക്കും ഈ ഗൂഗിൾ ഡ്രൈവിൻ്റെ സ്ഥാനം. സോ ഈ ഗൂഗിൾ ഡ്രൈവിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്കൊരു 15 GB എക്സ്റ്റേണൽ സ്റ്റോറേജും കൂടിയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. സോ അത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് മീ നിതിൻ ആൻഡ് യു ആർ വാച്ചിങ് ടെക്കർ. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യുക. ഇതുപോലെയുള്ള ടെക് റിലേറ്റഡ് കണ്ടൻറ്റ്സ്, ബിസിനസ് റിലേറ്റഡ് ടിപ്സ്, ഒരുപാട് കണ്ടൻറ്റ്സ് നിങ്ങളിലേക്ക് എത്തും. സോ വീഡിയോയിലോട്ട് കിടക്കാം. സോ ഫോൺ സ്ക്രീന് ഇപ്പോൾ സ്ക്രീനിൽ വരും. സോ അതിലാണ് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത് എങ്ങനെയാണ് ഗൂഗിൾ ഡ്രൈവ് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളത്. സോ ഇവിടെ നോർമൽ വാട്സപ്പിലും ഗൂഗിൾ പേൻ്റെയും ഇടയിൽ കിടക്കുന്ന ആ ട്രയാങ്കിൾ ലോഗോ ഉള്ള ആപ്പാണ് ഗൂഗിൾ ഡ്രൈവ്. സോ ഈ ഡ്രൈവ് എന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇല്ല എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുക, സെർച്ച് ബാറിൽ ഗൂഗിൾ ഡ്രൈവ് എന്ന് സെർച്ച് ചെയ്യുക. സോ ഏറ്റവും ടോപ്പിൽ തന്നെ വന്നിട്ടുണ്ട് ഗൂഗിൾ ഡ്രൈവ് എന്ന്. സോ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ഡൗൺലോഡ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ കിട്ടും. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത കാരണമാണ് എനിക്കിവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. സോ അത് നിങ്ങളുടെ ഫോണിൽ ഇല്ല എന്ന് പറഞ്ഞു വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്യുക. സോ ഡൗൺലോഡ് ചെയ്ത് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ, ഡ്രൈവ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. സോ ആക്ച്വലി ഈ ഒരു ഇൻ്റർഫേസ് അല്ല കിട്ടുക, ഇത് ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്ത കാരണമാണ് ഈ ഒരു ഇൻ്റർഫേസ്. നിങ്ങൾ ആദ്യമായിട്ട് തുടങ്ങുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. സോ ലോഗിൻ ചെയ്തു എന്ന് പറഞ്ഞു വെച്ചാൽ ഇത് ഇനീഷ്യൽ സ്റ്റേജിലുള്ളതാണ്. ഞാൻ ഇതുവരെ ഒരു ഡാറ്റയും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഈ ലോഗിൻ ചെയ്യുന്നത് മൂലം തന്നെ നമുക്ക് ഒരു 15 GB ക്ലൗഡ് സ്റ്റോറേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലാർജ് ഫയലുണ്ട്, അത് ഒരുപാട് ആളുകൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഈ ഗൂഗിൾ ഡ്രൈവ് വഴി സിമ്പിളായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഫോണിലെ ഇൻറ്റേർണൽ സ്റ്റോറേജിനും ഒരു തരത്തിലുള്ള പ്രോബ്ലംസും ഇഷ്യൂസും വരില്ല. ഇഷ്യൂസ് മീൻസ് ഇൻറ്റേർണൽ സ്റ്റോറേജ് കുറയും എന്നുള്ള ഒരു പേടിയും വേണ്ട. കാരണം ഇതിൽ 15 GB സ്റ്റോറേജ് ഉണ്ട്. സോ 15 GB ഡാറ്റ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് നമുക്ക് ഷെയർ ചെയ്യാം. സോ ആർക്കാണോ ആവശ്യം അവർ ആ ലിങ്ക് വഴി നമ്മുടെ ഡ്രൈവിൽ വന്ന് ആ ഫോട്ടോസോ ഓർ വീഡിയോസോ എനി കൈൻഡ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ആണെന്ന് പറഞ്ഞു വെച്ചാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെ ആയിരിക്കും. സോ അവർ ടൂറ് പോകും, IV ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ കോളേജിലെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് എല്ലാം നമ്മൾ ഇതുപോലെ ഒരു ഡ്രൈവ് ക്രിയേറ്റ് ചെയ്ത് അത് സ്റ്റോർ ചെയ്ത് ആ ലിങ്ക് നമ്മുടെ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസും ഷെയർ ചെയ്യുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ സോ അവർക്ക് ഫ്യൂച്ചറിലായാലും ഈ ഡ്രൈവിലെ ഫയൽസിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഗൂഗിൾ ഡ്രൈവ് തരുന്നുണ്ട്. സോ അത് തന്നെയാണ് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവിൻ്റെ ആ സ്പെസിഫിക് ഫോൾഡറിൻ്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഫയലുകളിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്തു, ഇപ്പോൾ നമുക്ക് 15 GB സ്റ്റോറേജ് ക്ലൗഡ് സ്റ്റോറേജ് കിട്ടി. സോ എങ്ങനെയാണ് ഇതിലോട്ട് ഫയൽ ആഡ് ചെയ്യുക? ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും PDF ആണെങ്കിലും ഏത് ടൈപ്പ് ഡോക്യുമെൻ്റ് ആണെങ്കിലും നമ്മൾ എങ്ങനെയാണ് ഈ ഗൂഗിൾ ഡ്രൈവിലോട്ട് ആഡ് ചെയ്യുക എന്നതാണ് ഇനി നോക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലെ ആ പ്ലസ് ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞ ഒരു മെനു ഓപ്പൺ ആവും. സോ ഇതിൽ ഫോൾഡർ, അപ്ലോഡ്, സ്കാന്, ഗൂഗിൾ ഡോക്ക്, ഗൂഗിൾ ഷീറ്റ്, ഗൂഗിൾ സ്ലൈഡ് എന്ന കുറച്ച് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം.
സോ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് ഫയൽ ആഡ് ചെയ്യാണ്. ഓർ നിങ്ങൾക്ക് 1-2 ഫയൽ മാത്രം ഉള്ളെങ്കിൽ ഡയറക്റ്റ് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഫയൽ മാത്രം സ്റ്റോർ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫോൾഡർ ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ട് ദെൻ ഫയൽ അപ്ലോഡ് ചെയ്യുക. സോ നമ്മളിപ്പോൾ ഫോൾഡർ എന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാണ്. സോ ഇവിടെ ഫോൾഡർ നെയിം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാനിപ്പോൾ തൽക്കാലം സാമ്പിൾ എന്ന് പറഞ്ഞ ഒരു ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്യണത്. സാമ്പിൾ ടൈപ്പ് ചെയ്തു, ദെൻ ക്രിയേറ്റ് എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യും. സോ ഫോൾഡർ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ദെൻ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫോൾഡറിൻ്റെ ഉള്ളിലോട്ട് ഫയൽ ആഡ് ചെയ്യണം. സോ ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്യണം, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, ഫോൾഡർ ഓപ്പൺ ആവും. ഫോൾഡറിൽ ഒന്നുമില്ല, അത് കാരണമാണ് ഇവിടെ ഫോൾഡർ ഈസ് എംപ്റ്റി എന്ന് പറഞ്ഞ കാണുന്നത്. സോ ഇതിലോട്ട് എങ്ങനെയാണ് ഫയൽ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഇപ്രാവശ്യം അപ്ലോഡ് എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. സോ അപ്ലോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻറ്റേർണൽ സ്റ്റോറേജിലേക്ക് ആക്സസ് വേണം, അതിനുള്ള പെർമിഷൻ നമ്മൾ ഗ്രാൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുന്നവർക്ക് ആക്സസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. ആക്സസ് നമ്മൾ കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫയൽ, ഒരു സാമ്പിളായിട്ട് നിങ്ങൾക്ക് കാട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാനൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. സോ ഫസ്റ്റ് ഇരിക്കുന്ന ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു. സോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്ലോഡായി. നമ്മൾ ഈ ഒരു ഫോട്ടോയാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തത്. ഇത് ഒരു സാമ്പിൾ സ്ക്രീൻഷോട്ടാണ്. ഞാൻ ഒരു റാൻഡമായിട്ട് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഫയലാണ്. എനിവേ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞു. സോ നമ്മൾ ഈ ഫോൾഡർ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക? ഇത് നമ്മുടെ പേഴ്സണൽ ഫയലാണ്. സോ ഇതിലേക്ക് വേറെ ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കറൻ്റ്ലി വേറെ ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല. സോ ഈ ഫയലിലോട്ട് എങ്ങനെയാണ് വേറെ ഒരു വ്യക്തിക്ക് ആക്സസ് കൊടുക്കുക എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. സോ ഫോൾഡറിൻ്റെ താഴെയായിട്ട് 3 ഡോട്ട് കാണും. സോ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഇതിൽ കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് അത് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ആ ലിങ്ക് വഴി ആർക്കും ഫോൾഡറിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾക്ക് മാത്രം കാണാൻ പറ്റിയ ഒരു പ്രൈവറ്റ് ഫോൾഡറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ആക്സസ് ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ, അതിൻ്റെ റെസ്ട്രിക്ഷൻസ് ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഷെയർ ചെയ്യുന്ന ലിങ്ക് വഴി ആളുകൾക്ക് ഈ ഫോൾഡർ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ കീബോർഡിൻ്റെ ടോപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ലോക്കിൻ്റെ ഒരു ലോഗോ, വിച്ച് മീൻസ് ഇതിൻ്റെ ആക്സസ് റെസ്ട്രിക്റ്റഡ് ആണ് എന്നതിനുള്ള തെളിവാണ് ഇത്. ഈ റെസ്ട്രിക്ഷനാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. സോ നമ്മൾ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ആ ലോക്കിൻ്റെ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ലിങ്ക് സെറ്റിങ്ങിൽ റെസ്ട്രിക്റ്റഡ് എന്ന് കാണും. സോ അതിൽ താഴെ തന്നെ ഓപ്ഷൻ ഉണ്ട് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ഫോൾഡർ പ്രൈവറ്റ് ആണ്. സോ റെസ്ട്രിക്റ്റഡ് ആണ് എന്ന് നമുക്കറിയാം. സോ ആ റെസ്ട്രിക്ഷൻസ് മാറ്റണം. ഓൾറെഡി സെലക്ട് ചെയ്തിരിക്കുന്നത് റെസ്ട്രിക്റ്റഡ് എന്നായിരിക്കും. സോ അത് നമുക്ക് എനിവൺ വിത്ത് ദ ലിങ്ക് എന്നതിലേക്ക് മാറ്റണം. സോ എനിവൺ വിത്ത് ദ ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്യുക. സോ പെർമിഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഷെയർ ചെയ്യുന്ന ലിങ്ക് വഴി കയറുന്ന വ്യക്തി ആരായിരിക്കണം? അത് നമ്മുടെ ഫോൾഡർ ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളായിരിക്കണോ? അത് എഡിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഗ്രാൻഡ് ചെയ്യാൻ പറ്റും. സോ വ്യൂവർ എന്ന് പറഞ്ഞ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇവിടെ കാണാം എഡിറ്റർ എന്ന് പറഞ്ഞിട്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഫയൽ എന്താണോ അത് ലിങ്ക് വഴി വന്ന ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ മാത്രമല്ല അത് എഡിറ്റിംഗ് കൂടി ചെയ്യാനുള്ള ഓപ്ഷൻ ഗൂഗിൾ ഡ്രൈവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ലിങ്കിൻ്റെ പെർമിഷൻ മാറ്റിക്കഴിഞ്ഞു, റെസ്ട്രിക്ഷൻ മാറ്റിക്കഴിഞ്ഞു. സോ ഇനി നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാവുന്നതാണ്. സോ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഡയറക്റ്റ് കോപ്പി ലിങ്ക് കൊടുത്തു എന്ന് പറഞ്ഞു വെച്ചാൽ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ടാകും. ഇനി ആ ലിങ്ക് നമ്മൾ ഏത് സോഷ്യൽ മീഡിയ വഴിയാണോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുവഴി നമുക്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും വാട്സപ്പ് ഗ്രൂപ്പിലായാലും ആ ലിങ്ക് പ്രൊവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു വെച്ചാൽ ആ ലിങ്ക് വഴി കയറുന്ന എല്ലാ ആൾക്കാർക്കും നമ്മുടെ ഈ ഫോൾഡർ ആക്സസ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്യുന്നത് ഒരു ബിസിനസ് പേഴ്സണാലിറ്റീസ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക. കാരണം ഇൻറ്റേർണൽ സ്റ്റോറേജിലാണ് നമ്മൾ ഈ ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഫോൺ കളഞ്ഞു പോവുകയോ ഓർ കേടാകുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോറേജ് മൊത്തം നാശമായി പോകും. സോ ക്ലൗഡ് സ്റ്റോറേജിൽ ഓൾറെഡി സേവ് ചെയ്ത് വെക്കുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ ഫോൺ കളഞ്ഞു പോയാലും അത് കേടുവന്നു പോയാലും നമുക്ക് ആ ഫോൾഡറിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. സോ അത് കാരണമാണ് ബിസിനസ് റിലേറ്റഡ് പർപ്പസിനെല്ലാം ഇതുപോലുള്ള ക്ലൗഡ് പ്ലാറ്റ്ഫോംസിനെ ആയിരിക്കും കൂടുതൽ ചൂസ് ചെയ്യുക. കാരണം ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും.
ഒരു സെർട്ടൻ യൂസേഴ്സിന് മാത്രം. ഇപ്പോൾ ലോ ലെവൽ എംപ്ലോയീസിന് ആക്സസ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് വ്യൂ മാത്രം ചെയ്യാം. ഓർ ടോപ്പ് ലെവൽ എംപ്ലോയീസിനെ അത് എഡിറ്റ് ചെയ്യാം. സോ ഈ ഓപ്ഷൻസ് എല്ലാം നമുക്ക് ക്ലൗഡ് സ്റ്റോറേജിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. സോ ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിലും നമ്മൾക്ക് നമ്മുടെ പേഴ്സണൽ ഡാറ്റയും സേവ് ചെയ്യാം. സോ ഇതിൽ 15 GB സ്റ്റോറേജ് മാത്രമല്ല, നമുക്ക് ഇതിനെ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അതും ചെയ്യാം. അപ്ഗ്രേഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ പേ ചെയ്യേണ്ടി വരും, ബട്ട് നമ്മുടെ പേഴ്സണൽ യൂസിന് 15 GB സ്റ്റോറേജ് എല്ലാം മതിയാവും. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഗൂഗിൾ ഡ്രൈവ് എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരു ബെറ്റർ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കോളേജ് മേറ്റിനും ഷെയർ ചെയ്യുക. സോ വൺസ് അഗെയിൻ, നിങ്ങൾ ഈ ചാനലിലാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. സോ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ നിതിൻ. യു ആർ വാച്ചിങ് ടെക് കെയർ. ബൈ ബൈ.